ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ UDF നേതാക്കന്മാരുടെ അവസ്ഥ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് കഴിഞ്ഞ ദിവസം 1-2 സർവേ നടത്തിയിരുന്നു. അപ്പോൾ ആ സർവേ നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ അവരുടെ വിജയസാധ്യതകളെ പറ്റിയും മറ്റും ജനങ്ങളുമായി സംവദിച്ച് അവരിൽ നിന്നുള്ള അഭിപ്രായം സ്വരൂപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സർവേ നടത്തിയത്. പക്ഷേ ആ സർവേ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടെ നശിച്ചു പോകുന്ന ഒരു ഫലമാണ് ആ സർവേയിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സർവേയിൽ പറയുന്നതെന്ന് വെച്ചാൽ LDFന്റെ ഭൂരിപക്ഷം MLA-മാർക്കും ജനപ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കോൺഗ്രസിനെ വലിയ തരത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സർവേ ഫലം തന്നെയാണ്. അപ്പോൾ LDFന്റെ ഭൂരിപക്ഷം MLA-മാർക്കും അവരുടെ ജനപ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ് പരാജയം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്നുകൂടെ ആ സർവേയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പരാജയത്തിന്റെ കാരണമായി സർവേ ചൂണ്ടിക്കാണിക്കുന്നത് അത് പ്രാദേശിക സർക്കാരുകളുടെ ആ ഒരു ജനവിരുദ്ധ വികാരമാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരമാണ് അതിലൂടെ പ്രതിഫലിച്ചത്. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു ശക്തമായ ഒരു കനത്ത തോൽവി ഇടയായതെന്നാണ് പറയുന്നത്. സർക്കാരിനെതിരെ യാതൊരു തരത്തിലും ഉള്ള ജനവിരുദ്ധ വികാരങ്ങളും ഇല്ല എന്നാണ് ആ സർവേയിൽ പറയുന്നത്. 2 ഏജൻസികളാണ് കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തിയത്. ഒന്ന് കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർവേയും അതുപോലെ തന്നെ ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള സർവേ. 2 സർവേയിലും പറയുന്നത് കോൺഗ്രസിന് മുന്നോട്ടുള്ള പോക്ക് വേണമെങ്കിൽ വലിയ തോതിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സർക്കാരിനെതിരെയായ ജനവികാരം തിരിച്ചുവിടണമെന്നുള്ള ഒരു കാര്യമാണ് അവർ 2 സർവേയിലും കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ താഴേക്കിടയിലുള്ള അണികൾക്കുൾപ്പെടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സർക്കാരിനെതിരായി ജനവികാരം ഓരോ നിമിഷവും അതിനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം. ജനവികാരം സർക്കാരിനെതിരെ തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയൂ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വിലയിരുത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിനെതിരെ വലിയ തോതിൽ വികാരം ഇളക്കിവിടാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് പറഞ്ഞാലും വലിയ ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിനെ ഇല്ലാതാക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് തന്നെയാണിത്. അതേസമയം LDF ആകട്ടെ അവരുടെ ഗൃഹസന്ദർശനവും അതുപോലെ വികസന മുന്നേറ്റ ജാഥയും ഒക്കെയായി കളന്നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ജാഥകൾ സംസ്ഥാനമൊട്ടാകെ നടത്തണമെന്ന് കനകോലുവിന്റെ ആ ഒരു സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഏജൻസിയും പറയുന്നുണ്ട് ജനങ്ങളെ കയ്യിലെടുക്കണമെങ്കിൽ